പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടിവിയിലേക്ക് സ്വാഗതം. ഐലൈനർ ഉപയോഗിച്ച് കുറച്ചുകൂടെ ആകർഷണീയത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ എന്ത് കുഴപ്പം വരാനാണ്? എന്നാൽ ഈ ഐലൈനറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് കേൾക്കുക. കാർബൺ ബ്ലാക്ക്, കറുപ്പ് നിറം കിട്ടാനായിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വേണ്ടി വരുമല്ലോ. DNC ബ്ലാക്ക് നമ്പർ 2 അങ്ങനെയാണ് പലപ്പോഴും കാർബൺ ബ്ലാക്കിനെ എഴുതുക. നമ്മുടെ ഈ കരിമുകളിൽ വന്നിരുന്ന് നാട്ടുകാരെ മുഴുവനും വിഷം ശ്വസിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് കാർബൺ ബ്ലാക്ക്. അവരുണ്ടാക്കുന്നത് ഈ ഉൽപ്പന്നമാണ്. ഇത് അറിയപ്പെടുന്ന ഒരു ക്യാൻസർ കാരിയാണ്. നമ്മുടെ അവയവങ്ങൾക്ക് വിഷബാധ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പറയൂ, അയ്യോ ഈ ചെറിയത് കൊണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കാണാമല്ലോ, ഈ വരച്ചാൽ വര കാണാമല്ലോ. കാണാൻ പോലും കഴിയാത്ത അതിസൂക്ഷ്മമായ കോശങ്ങളാണ് 37.5 ട്രില്യൺ കോശങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത്. കണ്ണിൽ കാണാൻ വയ്യാത്ത കോശങ്ങൾക്ക് കാണാവുന്ന ഈ വരയിലുള്ള കെമിക്കലുകൾ എത്രത്തോളം കൂടുതലായിരിക്കും എന്ന് മാത്രം ചിന്തിക്കുക. പിന്നെ ഫ്ലോറിനേറ്റഡ് കോമ്പൗണ്ട്സ്, PFAS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. അത് ഒരു വാട്ടർ പ്രൂഫിംഗ് ഇഫക്റ്റ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ തടയണം. ഈ സാധനം പുരട്ടി കഴിയുമ്പോൾ കണ്ണുകൾ കൂടുതൽ ഡ്രൈ ആകാനായിട്ടുള്ള സാഹചര്യം വരും. പിന്നെ ഇത് ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ പുറത്തു പോകണമെന്നുള്ളൊരു വിചാരമുള്ള കൂട്ടരല്ല. അത് ശരീരത്തിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. പിന്നാലെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അനുഭവിക്കുക. ലെഡ്, ആഴ്സനിക്, കാഡ്മിയം പോലുള്ള ഹെവി മെറ്റലുകളാണ് പിന്നീടുള്ളത്. അവ ന്യൂറോടോക്സിക് ആണ്. ഈ ചെറിയ അളവെന്ന് പറയരുത്, ശരീരത്തിലെ കോശങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ വലിയൊരളവ് തന്നെയാണ്. ഇനി ഫോമൽഡിഹൈഡ് റിലീസേഴ്സ്. ഫോമൽഡിഹൈഡ് എന്ന് പറയുന്ന ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കല് വമിപ്പിക്കുന്ന ചില സാധനങ്ങൾ കൂടെ ഐലൈനറിൽ ചേരാറുണ്ട്. കൂടുതലും ഇറിറ്റേഷനാണ് ഈ സാധനം ഉണ്ടാക്കുക. ക്യാൻസർകാരിയായി അറിയപ്പെടുന്നതുമാണ്. ഇനിയുമുള്ളത് എത്തനോലാമിൻസ് ആണ്. pH അഡ്ജസ്റ്റേഴ്സ് എന്നൊക്കെ അതിനെ പറയാറുണ്ട്. തിക്നേഴ്സ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അവ കണ്ണിന് ചുറ്റും ഇറിറ്റേഷൻ ഉണ്ടാക്കും. നൈട്രോസാമിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഇത് പതുക്കെ ഫോം ചെയ്യിക്കും. അത് ടോക്സിക് ആണ്. പിന്നെ പാരബൻസ്, പ്രൊപ്പൈൽ പാരബൻ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. പ്രിസർവേറ്റീവായിട്ടാണ് ഇവിടെ അതിൻ്റെ പ്രയോഗം. വളരെ സെൻസിറ്റീവായ കണ്ണിന് ചുറ്റും അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ശരീരത്തിലെ ഹോർമോണുകളിൽ ഏറ്റക്കുറച്ചിലുണ്ടാക്കും. ക്യാൻസറിലേക്ക് നിങ്ങളെ തള്ളിയിടുകയും ചെയ്യും. വളരെ ജാഗ്രതയോടെ ജീവിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലെ കാശ് തട്ടിയെടുക്കാൻ എന്തും വിൽക്കുന്ന കിരാതമായ വ്യാവസായിക സംസ്കാരത്തിൻ്റെ ഇടയിലാണ്, ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ഇതെല്ലാം പുരട്ടി നമുക്കൊരു ക്യാൻസർ ഉണ്ടായാൽ അപ്പോഴും GDP കൂടും, വ്യവസായങ്ങൾക്ക് ലാഭം, ആശുപത്രികൾക്ക് ലാഭം, നിരവധിയായ കച്ചവട സ്ഥാപനങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ഇനി ഇത്തരമൊരു സാധനം വേണം എന്ന് വാശിയുള്ളവരുണ്ടെങ്കിൽ അത് നോൺ ടോക്സിക് ആകുന്ന, ശരീരവുമായി ചേർന്നു പോകുന്ന പ്രകൃതി ഉൽപ്പന്നങ്ങളാകാൻ ജാഗ്രത പാലിക്കണം. കഴിയുന്നത്ര ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. ആരെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. നന്ദി, നമസ്കാരം.